എൻ്റെ പൊന്നെവിടെ ഈ പൊന്നിനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ അടിച്ചു വരാൻ കൂട്ടിക്കയറി കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് എത്തി വെലിഞ്ഞ് കണ്ടോ എന്നെ മുഖത്തേട്ട് ഇങ്ങനെ ആക്കൂട്ടോ. അപ്പോൾ കാല് സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടുത്തേക്ക് ചെല്ലും. അവൾക്ക് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനു വേണ്ടി നമ്മുടെ മാളുണ്ടല്ലോ തൊട്ട് കഴിഞ്ഞാൽ മതി ഭയങ്കര ചാട്ടം. അങ്ങോട്ട് ചാടി നമ്മളങ്ങോട്ട് ഒരു കുത്തലൊക്കെ കൊണ്ട് തന്നിട്ടങ്ങ് തട്ടിയിട്ടിട്ട് അതാണ് പതിവ്. ഇവളാണെങ്കിൽ എത്തി വലിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ ശീലമാക്കിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പെണ്ണ് ഇതാ നിൽക്കണു. കൂടെ അടിച്ചു വരട്ടെ കേട്ടോ. കൂടെ അടിച്ചു വരട്ടെ അങ്ങനെ നിൽക്കേ. ഇത് ഭയങ്കര സാധനം. ഇതാണെങ്കിൽ തുള്ളിയും കൊണ്ടൊന്നാണ് കേട്ടോ. നാളും എന്താ വേണ്ടേ അവിടെ നിന്നോ. നിൽക്കൊന്നും വയ്യ ചൊറിഞ്ഞു തരാൻ. പൊന്നെ അവിടെ പൊന്നെ അവിടെ ഒരു ദിവസം ഞാൻ പേടിച്ചുട്ടോ. ഇവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ കടന്നു കേട്ടോ. ഒരൊറ്റ കിടക്കൽ ഒരു കുഴപ്പമില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തേലും ഇപ്പോൾ കഴിച്ചതിൽ എന്തെങ്കിലും പറ്റിയോ ഒരു പുല്ല് ഞാൻ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. പിന്നെ ഇവളങ്ങ് കടന്ന് തലയൊക്കെ വെച്ചങ്ങ് കിടക്കാൻ തുടങ്ങിയിട്ടു. ഞാനങ്ങ് പേടിച്ചു പോയി. അതുപോലെ കണ്ണൊക്കെ അങ്ങനെ ചിമ്മുക. പിന്നെ ഇവളെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നല്ല ഒരു ചുവപ്പ് കളറ് പോലെ സാധാ പോലെയല്ല മാളുവിൻ്റെ കണ്ണിനേക്കാളും കുറച്ച് കൂടുതൽ കണ്ണിൻ്റെ ഉള്ളിൽ ചുവപ്പ് കളറ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. പിന്നെ കുറച്ച് സമയം അങ്ങനെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ശരിയായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് സംസം വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു ഇവൾക്ക് കേട്ടോ. സംസം വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് കൊടുത്തു. ഇവളെ മേലൊക്കെ ചെറുതായിട്ടൊന്ന് അങ്ങനെ പുരട്ടി കൊടുത്തു. ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറ്. പെട്ടെന്ന് നമ്മൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ള മരുന്ന് കൊടുക്കാം. അതല്ലാതെ വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പേടിയാണല്ലോ. പിന്നെ രാത്രിയും കൂടി ആയിക്കഴിഞ്ഞാൽ എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വന്ന് നോക്കാനും പറ്റില്ല. അപ്പം അങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കണ്ടേ. ഞാൻ കുറച്ച് സംശയങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നിന്നപ്പോൾ ശരിയായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മളെപ്പോലെ തന്നെ എന്തെങ്കിലും വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നപ്പോൾ അവർക്ക് പറയാനറിയില്ലല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്തേക്കണം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ നമ്മളെ ആടുകൾ അങ്ങ് പോവും. അപ്പോൾ നമുക്ക് വിഷമാവും. മാളു. അപ്പോൾ പിന്നെ ഞാൻ പിറ്റേ ദിവസം നോക്കിയിട്ടോ. അപ്പോൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ നമ്മുടെ മാളുവിൻ്റെ കണ്ണിന് മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ വെളുത്ത കളർ പോലെയാണ്. പക്ഷേ ഇവളുടെ അങ്ങനെയല്ല. ഇവൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ കളർ മാറ്റം ഉണ്ട് കേട്ടോ. അത് ഉള്ളത് തന്നെയാണ്. ഞാനങ്ങനെ അന്ന് വയ്യാതാവുകയും ചെയ്തു. പിന്നെ പെട്ടെന്ന് ഇവളങ്ങനെ കിടക്കുകയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ കണ്ണൊക്കെ ഇപ്പോൾ ഈ കളറായി വിചാരിച്ചു കേട്ടോ. പെട്ടെന്ന് പേടിച്ചു പോയി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്ത് അസുഖം കണ്ടാലും നമ്മൾ ആടുകൾക്കാണെങ്കിലും മറ്റേത് മിണ്ടാൻ കഴിയാത്ത പശുവാണെങ്കിലും കോഴിയാണെങ്കിലും ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും വന്ന് ഇവർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ജീവൻ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. മറിച്ച് നമ്മളെക്കൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ കഴിയുകയാണെന്ന് വെച്ചെങ്കിൽ അതിനെങ്ങനെയും രക്ഷപ്പെടുത്തിയെടുക്കാം. ഒരു കുഞ്ഞു പെണ്ണാണ്. കൊമ്പൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ എന്നാൽ നല്ലൊരു ഇടിയൊക്കെ തരാൻ വരാറുണ്ട് ഇവള്. പിന്നെ ഞാനങ്ങ് ഒഴിഞ്ഞു മാറി പോകാറാണ്. പാവമാണ് കേട്ടോ. ഇവർക്കൊന്നും അറിയില്ലല്ലോ. ഇവർക്ക് നമ്മളെന്താ കൊടുത്തതെന്ന് വെച്ചാൽ അറിയാം. നമ്മളിങ്ങനെ കെട്ടിയിട്ടിട്ട് ഒന്നും കൊടുക്കാതെ ഇങ്ങനെ ഇരുത്താനൊന്നും പറ്റില്ലല്ലോ. മിണ്ടാൻ കഴിയാത്തവറ്റല്ലേ. അപ്പോൾ നമ്മുടെ സുന്ദരി പോയതിന് ശേഷം ഞാൻ ഒരുപാട് തേടി നടന്ന് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഇവളെ. പിന്നെ അതിന് മുന്നേ നമ്മൾ വാങ്ങിച്ച് മാളുവിനെയാണ് കേട്ടോ. മാളൊരു കുഞ്ഞു മലപ്പാറി പെണ്ണേ അവളൊരു കുഞ്ഞു കുട്ടിയാണ് കേട്ടോ. നമുക്ക് കണ്ട ഒരു 8 മാസം അങ്ങനെയൊക്കെ തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ പല്ലൊക്കെ പറഞ്ഞ് 2 പല്ലൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ 1 വയസ്സ് 3 മാസമൊക്കെ ആയിട്ടുണ്ട്. അത് ഫോണാണ്. അവൾ കഴിക്കാനുള്ളതെന്ന് വിചാരിച്ചിട്ട് ഫോണ് കഴിക്കാൻ വരികയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.